പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്ത ടോട്ടനം. ഇത്തിഹാദിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ടോട്ടനത്തിന്റെ വിജയം. സിറ്റിയുടെ തുടർച്ചയായ 5ാം തോൽവിയാണിത്. പ്രീമിയർ ലീഗിലെ 3ാമത്തെയും. മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് പെപ്പിന്റെ കരിയറിലെ ഹോം ഗ്രൗണ്ടിലെ 2ാമത്തെ ഏറ്റവും വലിയ തോൽവിയാണിത്. സിറ്റിക്കാകട്ടെ 2003 ശേഷം ഹോമിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പരാജയവും. മത്സരത്തിന്റെ 13ാം മിനിറ്റിൽ കുൾസ്വെസ്കിയുടെ മനോഹരമായ ക്രോസിൽ ജെയിംസ് മാഡിസൺ ടോട്ടനാമിന് ആദ്യ ലീഡ് നൽകി. 20ാം മിനിറ്റിൽ ഹ്യൂങ് മിൻ സോണിന്റെ അസിസ്റ്റിൽ മാഡിസൺ തന്നെ ലീഡ് ഇരട്ടിയാക്കി. 2 ഗോൾ ലീഡിൽ ആദ്യ പകുതി കടന്നു. 2ാം പകുതിയിൽ 52ാം മിനിറ്റിൽ സോളാങ്കിയുടെ അസിസ്റ്റിൽ പെഡ്രോ പോറോ സ്പേഴ്സിന്റെ ലീഡ് 3 ആക്കി. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ടിമോ വെർണറുടെ അസിസ്റ്റിൽ ബ്രണ്ണൻ ജോൺസൺ ടോട്ടനാമിന്റെ 4ാം ഗോളും നേടി വിജയം പൂർത്തിയാക്കി. പെപ്പിന്റെ കരിയറിൽ ആദ്യമായാണ് തുടരെ 5 കളികൾ തോൽക്കുന്നത്. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 59% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു. 23 ഷോട്ടുകൾ സിറ്റി ആകെ തൊടുത്തു. 5 എണ്ണം മാത്രം ഓൺ ടാർഗറ്റ്. 559 പാസുകൾ 93% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് ടോട്ടനം തൊടുത്തത്. 7 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 410 പാസുകൾ 83% കൃത്യതയോടെ ടോട്ടനം പൂർത്തിയാക്കി. തോറ്റെങ്കിലും 12 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റുമായി മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനത്ത് തുടരുകയാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റുമായി ടോട്ടനം 6ാം സ്ഥാനത്തേക്ക് എത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.